ഹലോ, എല്ലാവർക്കും സ്വീറ്റ് സോൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. പറഞ്ഞപ്പോ തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. ഇത്രയും ദിവസം ഭയങ്കര മൂടി നിൽക്കായിരുന്നു. ഇന്ന് രാവിലെ വരെയും ഇന്ന് ഉച്ച വരെയും നല്ല മൂടി നിൽക്കുകയായിരുന്നു. ഇപ്പൊ പക്ഷെ നല്ല തെളിച്ചുണ്ട്. അച്ഛനും മോനും കൂടി ഫിഷിംഗ് റോഡും ഐറ്റംസ് ഒക്കെ പിടിച്ച് നടന്നു പോവാണ് കേട്ടോ. ഈ വീഡിയോ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത അതേ സ്ഥലം തന്നെയാണ്. പിന്നെ ഞങ്ങള് ഒരു ബാർബിക്യൂ ഒക്കെ അടിക്കാന്ന് വിചാരിച്ചു. ഇന്ന് കുറേ പേരുണ്ട് കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പോ ആരെയും കണ്ടില്ലായിരുന്നല്ലോ. ഇന്ന് ഉള്ളിലേക്ക് പോകും തോറും കുറെ പേരെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. അതുകൂടെ പറയണ കേട്ടോ. അച്ചു നമുക്ക് വേഗം പോവാം, അല്ലെങ്കിൽ നമ്മുടെ സ്പോട്ടിൽ ആരെങ്കിലും വരുന്നു. അതുകൂടെ ഇന്ന് മീനെ പിടിച്ചില്ലെങ്കില് ഇവർക്ക് ഞാൻ കൂടെ വരുന്ന ദിവസമൊന്നും ഇവർക്ക് മീനെ കിട്ടാറില്ല. ഞാൻ വരാത്ത ദിവസം മാത്രം ഇവർക്ക് മീൻ കിട്ടാറുള്ളൂ. ഇന്ന് കിട്ടോ നോക്കാം. കിട്ടുവോ? വെള്ളാൻ എങ്ങനെ ഉണ്ടല്ലോ? ഏത് മീനെ പിടിക്കാൻ പോണത്? ഇവിടെ ഏത് മീനെ പിടിക്കാൻ പോണത്? കണ്ടോ, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കണ്ടോ, നമ്മൾ കാടിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. ഒരു സൈഡ് റിവർ, ഒരു സൈഡ് കാട്. നല്ല കിളികളുടെ ഒച്ചയും ഇപ്പൊ മരങ്ങളൊക്കെ നല്ല മഴ കിട്ടിയപ്പോ നന്നായി കിളിർത്ത് വന്നിട്ടുണ്ട്. ഒരു പച്ചപ്പൊക്കെ കണ്ടോ. ഫിഷർമാന്റെ ചൂണ്ട മരത്തുമ്മ കുടുങ്ങി. ഞങ്ങള് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫിഷർമാൻമാരുണ്ടോ. ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ കുറച്ച് എന്താ പറയാ വിജൃംഭിപ്പിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. പട്ടിക്കുട്ടികളെയും കൊണ്ട് വാക്കിങ്ങിന് എന്നാണ് ആൾക്കാര്. എന്തിനു പൊന്നിന് വാല്? എന്റെ പൊന്നി, ഒരു പട്ടിക്കുട്ടി വാലാട്ടി പോണാണ് പാൻ പറഞ്ഞാണ് കേട്ടോ. എനിക്കൊരു വാലുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആട്ടി കളിക്കായിരുന്നു. അയ്യോ, എന്റെ മോന്റെ ഓരോരോ ആഗ്രഹങ്ങൾ. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു. ആപ്പിൾ മരമാണ് കേട്ടോ ഇത്. കണ്ട, നല്ല പൂക്കളൊക്കെ ആയി വിരിഞ്ഞു വരുന്നു. നിറച്ച ആപ്പിളാവും കുറച്ച് ഒരു മാസത്തിനുള്ളില്. അതേ ഒരു ടുലിപ്പ് നിൽക്കുന്നുണ്ട് അവിടെ, ഒരെണ്ണം മാത്രം. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഇത്ര പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്ക്, അടിപൊളി. അങ്ങനെ നമ്മളുടെ സ്പോട്ടിലെത്തിട്ടോ. എന്തു പറ്റി? നമുക്ക് ഓടുന്നു ഓടിക്കും. ദേവര് ചാടാൻ പോണോ? ഹായ്, നമുക്ക് കാണാലോ. വെള്ളം കുറച്ചും കൂടി തെളിഞ്ഞോ? അതുകൂടെ ഇത് ഫ്ലോർ നന്നായി ആട്ടം കേട്ടാ. നോക്കി നിക്കണേ. അത് ശരിയാണ്. ഇത് കണ്ടോ, കൊറേ പേര് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. പറ്റിയ നമുക്ക് ആണോ? അമ്മ അതുകൂട്ടം കാസ്റ്റ് ചെയ്യണതാ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല,
ആദ്യകൂട്ടം നന്നായി മീൻ പിടിക്കണോണ്ട് സ്പോൺസർ ചെയ്ത പുതിയ ചൂണ്ടയാണ് കേട്ടോ. ഞങ്ങളിതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം. കണ്ടോ, ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഹൈടെക് ആക്കിയതെന്ന് കേട്ടോ. അത്രയ്ക്ക് വലിയ ഹൈടെക് ഒന്നല്ല, എന്നാലും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതില് കുറേ ലൂറുകളുണ്ട്, പല ടൈപ്പ്. കണ്ടോ, ഇതൊക്കെ ഹുക്കുകൾ. കണ്ടോ, എനിക്കറിയാട്ടോ കുറച്ചൊക്കെ. ഇതൊക്കെ വലിയ മീൻ പിടിക്കുന്നത്. തവള, വീണ്ടും ഒരു തവള. തിരിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പൊ ദേ ഒരു തവള, ദേ ആദ്യകൂട്ടനെ ചാണാപ്പുഴു. അയ്യോ, പിന്നെ അയ്യോ ഇത് ചെമ്മീൻ. ആദ്യകൂട്ടൻ കാസ്റ്റ് ചെയ്യണ്ട. റെഡി? ഓ എന്റെ പൊന്നെ, ഇതാരാ ഇത്? കണ്ട, അവനവന്റെ ദൗത്യം ചെയ്തതോടെ വെച്ച് കിട്ടിയ മീനെ. ഇതേ കണ്ടോ, ഞാൻ എടുത്തത് കേട്ടോ. ഇതിനൊക്കെ ജാതി മണുണ്ട് കേട്ടോ, മീൻ ഈ സാധനത്തിനൊക്കെ. കണ്ടോ, നിങ്ങളിതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒറ്റയടിക്ക് വാങ്ങിച്ചതല്ല കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ചതാ. ഹ്യൂജ് ബിഗ്ഗാ. പിന്നെ ഞങ്ങള് ചൂണ്ടകൾ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച ബാഗാണ് കേട്ടോ. ഇതിൽ എത്ര എണ്ണം കൊള്ളും? 4 ചൂണ്ട കൊണ്ട് ഇത്ര. അല്ലെങ്കിൽ ഇത് കൈ തൂക്കി പിടിച്ച് നടക്കണ്ടേ, ഇതാകുമ്പോ നമുക്ക് തോളിലിട്ട് കൊണ്ടടക്കാം. പിന്നെ ഇതാണ് മീന് കൊടുക്കാനുള്ള തീറ്റ വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ടെക്നിക്കൽ ടേംസ്, മീനെ പിടിക്കാനുള്ള ബെയ്റ്റ്. ഓ സോറി സാർ, ഇനി വേണ്ടൂല. വെള്ളം വാട്ടർ ബോട്ടിൽ എടുത്തില്ലേ? ഇവിടെ ഉണ്ട്. പറഞ്ഞ മീൻ കുത്തണത് വെള്ളം. ഇന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ആളാണോ ആർക്കറിയാ. ഫുൾ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്, കുഞ്ഞു സ്റ്റൂളൊക്കെ ആയിട്ട്. 3 സ്റ്റൂളുണ്ട്, 3 പേർക്ക് ഇരിക്കാം. ഇത് മീനെ പിടിക്കാനുള്ള വല. വലിയ ജാടകാഞ്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, കിട്ടുമെന്ന് കണ്ടറിയാം. അതുകൂട്ടാൻ അമ്മ സ്റ്റൂളും ഇരിക്കാൻ പോണു. അതുകൂട്ടാൻ വേണമെങ്കിൽ സ്റ്റൂളും ഇരുന്നോ. കിട്ടിയോ എന്നെ മീനിനെ? കിട്ടിയില്ലേ? പോയോ? ദേ വെള്ളത്തിൽ ചാടി. കണ്ടോ, കൊറേ കുട്ടികളുണ്ടല്ലോ. അത് കൂട്ട അവരെ മേത്തേക്ക് ചൂണ്ടിട്ട് എടുത്തിട്ടാ. ഇത് ഒരു ഫുൾ സെറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് പഠിക്കാൻ വരുന്ന കുട്ടികളാണോ? ദേ മലന്നും കമ്മന്നൊക്കെ നീന്തുന്നു. കുട്ടികൾക്ക് ട്രെയിനിങ് ക്യാമ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
എനിക്ക് തോന്നണില്ല എന്ന് മീൻ കിട്ടുന്നു. അപ്പുറത്തൊരാളിരിക്കുന്നുണ്ട് കണ്ടോ. ഇവരെന്താ ഇവിടെ ചെയ്യണേന്ന് അറിയോ? നോക്കിക്കോട്ടെ. ആ പിള്ളേര് ആ റിങ് വെള്ളത്തിലേക്ക് എറിയേ, വെള്ളത്തിൽ വീണ ആൾക്കാരെ രക്ഷിക്കാൻ എങ്ങനെ റോപ്പ് എറിയണം എന്നുള്ളതൊക്കെയാന്ന് തോന്നുന്നു പഠിപ്പിക്കുന്നത്. ഉണ്ടോ? ബോട്ടാണ് വരുന്നേ. ഓന്റെ പൊന്നൊരു അടിപൊളി സ്പീഡ് ബോട്ട് വരുന്നു. ആ ഓ എന്താ അഭ്യാസം സ്പീഡ് ബോട്ടിന്. ഓ കഴിഞ്ഞ ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. ടേൺ ആയിട്ട് അവരിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ആ ബോട്ടുകാരൻ ആ വഴിയൊക്കെ പോയി നോക്കുന്നുണ്ടാവും. കാണാൻ വെള്ളം ഇങ്ങനെ ഇടുന്നാണെങ്കിൽ മീൻ കിട്ടുമോ? അപ്പുറത്തെ സൈഡിക്ക് പോയാലോ? ഇത്ര ഉള്ളൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് രാശിയല്ലാന്നിപ്പോ മനസ്സിലായില്ലേ? ആദ്യകൂട്ടൻ ഗംഭീര കാസ്റ്റിംഗ് ആണ് കേട്ടോ. അച്ഛനെ കൊളത്തല്ലേ അമ്മേനെ കൊളത്തല്ലേ? ഓഫ്, എന്റെ മോൻ അതിന്റെ ഉള്ളിക്ക് വീഴരുതിട്ടാ. ഞാനിവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അന്തേ പലരുപ്പായിട്ടു. മീനെ കിട്ടുന്ന ലക്ഷണമൊന്നും കാണാനില്ല. പക്ഷെ വെയിലടിച്ചിട്ട് നല്ല തലവേദന ഉണ്ട്. തണുത്തപ്പോ ജാക്കറ്റ് ഇട്ടാന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് ആണ് ടച്ച്. ഇത് ജസ്റ്റ് ഒരു ബെല്ലാണ്. ഇപ്പൊ തന്നെ ജസ്റ്റ് ഒരു ബെല്ലാണ്. അപ്പൊ ഇത് നമ്മള് ഫിഷിംഗ് റോഡ് വെച്ച് കൊടുക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും മീനോടെ ലോക്ക് ആയി കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. ഗൂഗിളെ തല്ലത്ത് പോയി നിക്കുമ്പോ ബ്രിഡ്ജ് ഒരു സൈഡിക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ഈശ്വരാ, താഴെ വീഴൊന്നാവും. എവിടെ പോയി ബോബറ്? അതുകൊണ്ടാ അമ്മേനെ ചൂണ്ടമ്മ കുറക്കരുതിട്ട നീ. അടുത്തൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. കയ്യാക്കും തുഴഞ്ഞ ഒരാള് വരുന്ന കണ്ടോ.
അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. വളരെ നിരാശയോട് കൂടി ഞങ്ങൾ പാക്ക് ചെയ്ത് അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവാണ്. ആ വിശപ്പിന്റെ വിളി വന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ആ അപ്പൊ നമുക്കിനി ഈ ഫിഷിങ്ങിന്റെ സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ബാർബിക്യൂ സെറ്റ് നമുക്ക് ഇറക്കാം. മീൻ കിട്ടാത്ത വിഷമത്തിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കും ഞങ്ങൾ. ലച്ചു അങ്ങനെ നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിട്ടോ. അപ്പൊ അവിടെ കളിക്കണാണ്ടില്ലേ, ആദ്യകുട്ടന്റെ ഫസ്റ്റ് കോളേജിലുള്ള ഫ്രണ്ടാ ഗോകുലതേ കാറിൽ നിന്ന് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വരുന്നത്. നോർ ഗാർഡനിലെ ഫ്രണ്ട്സ് ആണ്. ആൺകുട്ടി കളിക്കാൻ വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാ കുട്ടി അവനില്ലാന്നും പറഞ്ഞു. കളിക്കാൻ വരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന്. കളിച്ചൂടായിരുന്നു പോയിട്ട്. എന്നിട്ട് പേര് ഫ്രണ്ടിന്റെ ഇതാണ് ഗബ്രിയല്. കഴിഞ്ഞ സമ്മറില് ഞങ്ങള് എവിടെയാണ് സ്റ്റോർ റൂമിൽ കയറ്റിയതാണ് കേട്ടോ ഗ്രില്ലൊക്കെ. ഇപ്പോഴാണ് പൊട്ടിക്കണത്. ആണോ? ഞങ്ങളപ്പോ ഗ്രില്ലിങ്ങിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിട്ടോ. ഇനി ഇത് കത്തിക്കണം. ലൈറ്റർ ഇതാണ് ഊതുന്നതിന് പകരം ഉപയോഗിക്കുന്ന സാധനം അല്ലേ. ആദ്യകുട്ടനെ വിശക്കണൂന്ന് പറഞ്ഞിട്ട് ആദ്യകുട്ട ഓറഞ്ച് കഴിക്കാണ് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ ചിക്കൻ ഞങ്ങളൊന്ന് വേവിച്ച്, അതായത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഗ്രില്ല് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ കുറെ സമയം എടുക്കും ആവാൻ. തീ കത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതുമുത്ത തക്കാളി പൊള്ളി ചത്തു. അയ്യോ, നമ്മൾ ഓയിൽ എടുത്തില്ല. കണ്ടോ, ആ സാധനം നമ്മളിങ്ങനെ ഊതണ്ട, അതിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ ചെയ്യട്ടെ. ചെയ്യുന്നു ലണ്ടനാണിതാ. ഇതൊന്ന് കത്ത് പിടിഞ്ഞ് കിട്ടി കനലാവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. ഇത് ഞങ്ങള് പുതിയ വാങ്ങിച്ച മെഷാണ് കേട്ടോ. വാങ്ങിച്ചിട്ട് കുറെ നാളായി, ഇപ്പോഴാണ് ഉപയോഗിക്കാൻ പോണത്. നമ്മൾ വന്നപ്പോ എന്ത് സൂര്യനായിരുന്നു. ഇപ്പൊ സൂര്യനൊക്കെ പോയി. സൂര്യൻ മീൻസ് വെളിച്ചം കുറഞ്ഞു. അച്ചു ഫയറെല്ലാം അടിക്കോ? ആ പുക പോണ്ടത്. അവിടെ വന്ന ആൾക്കാരും കൂടെ നമ്മൾ പുകച്ചോടിക്കും. ഗബ്രിയലിനൊക്കെ പൊടിക്കും. പുകച്ചപ്പോ അവര് പോണ്.
ഗോഗല് ഫ്രണ്ട്സിന് വന്ന് അവര് എന്നെ ഫ്ലോട്ട്സ് ഉണ്ടായി കണ്ടിരുന്നു ചെയ്യാനാണ് ഗ്രില്ല് ചോട്ടല്ലേ ഇപ്പൊ സ്പ്രിങ് ആയത് കാരണം കേട്ടോ അത്ര ആൾക്കാരില്ലാത്ത നന്നായി. ഇനി ജൂൺ ജൂലൈ ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ നമുക്കൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടില്ല. ഓയിൽ എടുക്കാൻ മറന്നുപോയി ഗ്രില്ലുമ്മ സ്പ്രേ ചെയ്യാൻ, പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ആവി, ഞാൻ പറഞ്ഞില്ലേ ആവി കയറ്റിയ ചിക്കൻ ആണ് കേട്ടോ, അപ്പൊ ജസ്റ്റ് ഒന്ന് പുറം മാത്രം ഡ്രൈ ആയാൽ മതി. കറക്റ്റ് 3 ചിക്കൻ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഡയറക്റ്റ് ഈ ഗ്രില്ലിന്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ഇതാക്കിയത്. അപ്പൊ മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയായിരുന്നു. ഇതാകുമ്പോ നമുക്ക് അത് വെക്കച്ചു, അത് വെച്ചിട്ട് അതിന്റെ മേലെ അത് കുഴപ്പമില്ല, നോക്കിട്ട് വെക്ക. കറക്കാൻ പാടില്ല, ഇനി ചിക്കനുമ്മ പൊടിയാവും. ഇങ്ങനെ ആവുമ്പോ നമുക്ക് ആ ഹാൻഡിലുകൊണ്ട് അങ്ങനെ 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 തിരിച്ചു മറിച്ചും വെക്കാം. ഞാൻ കാണിച്ചു തരാം. 3 സൈഡിക്കും കിട്ടുന്നില്ലേ? 3 ചിക്കനും നടുവിലത്തെ ചിക്കന് മാത്രം കിട്ടുന്നുള്ളൂ. പരത്തിട്. അതുകൂട്ടം മേത്തിക്ക് കനൽ തെറിക്കും. അങ്ങനെ തിരിച്ചാ മതി, ഈസി ആയിട്ട് നടക്കും. നമ്മുടെ ചിക്കൻ ആയി തുടങ്ങിട്ടോ. ഗുഡ് ബോയ് ആദ്യകൂട്ടം വേസ്റ്റ് കൊണ്ടേ കളഞ്ഞിട്ട് അന്ന് വേണ്ട എടുക്കാൻ എന്റെ മോൻ ഉണ്ടോ. ഇതിലാകുമ്പോ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമുണ്ട് അല്ലേ? ഭാഗ്യം ഒന്ന് കണ്ടപ്പോ വാങ്ങിക്കാൻ വേണ്ടി. ഇപ്പാവും കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ബാർബിക്യൂ സോസ് വെച്ച് കൊടുക്കാം. ആദ്യകൂട്ടൻ ആ സാധനം കറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചിക്കൻ നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് പ്ലേറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ
നമുക്ക് ഇതിന്റെ മേലെ കൂടെ ബാർബിക്യൂ സോസും കൂടി വെച്ച് നാ. അത് കൂട്ടാ ചിക്കൻ റെഡി. അപ്പൊ നമുക്കിനി ഇത് കഴിക്കാട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തരാട്ടോ. എമ്മയാണോ? ഇഷ്ടപ്പെട്ടോ? ശരിക്കും നല്ല സ്മോക്കി ടേസ്റ്റ് വരും. അപ്പൊ അതെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഡിന്നർ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങള് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.